വണ്ടാനം മെഡിക്കൽ കോളേജിലെ പ്രശ്നത്തിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന വിവരങ്ങൾ ലഭിക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തുകയും അതിനിടെ കത്രിക കുടുങ്ങുകയും ചെയ്തതിൻ്റെ എക്സ്റേ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാകുന്നത്. അല്പസമയം മുൻപാണ് ഈ വിവരം മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. ഇന്നലെയാണ് ഉഷ എന്ന സ്ത്രീ ഈ MRI സ്കാൻ ചെയ്യുമ്പോൾ ഈ കത്രിക വയറ്റിൽ കിടക്കുന്ന വിവരം അറിയുന്നത്. കഴിഞ്ഞ 5 വർഷമായി അവർ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയായിരുന്നു. മൂത്രത്തിൽ കല്ല് എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ വലിയ കത്രിക. അമല, എന്താണ് അവിടെ നിന്ന് ഉള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻസ്? ആനന്ദ്, ഏതായാലും ഇപ്പോൾ ഉഷ ജോസഫുമായിട്ട് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ബന്ധുക്കളും അടക്കമുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി ഈ ഒരു വാർത്ത വന്നതിനെ തുടർന്ന് പ്രതിഷേധിക്കുവാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം. ഇപ്പോൾ നമുക്ക് ഈ പ്രതിപക്ഷ പാർട്ടിയുടെ ഇവിടുത്തെ സമന്വിതായ നേതാവായുള്ള കണ്ണനോട് തന്നെ സൂചിക്കാം. ഏതായാലും ഈ ഒരു പ്രശ്നം വലിയ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും നാളെ പ്രതിഷേധ പരിപാടികളൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായും നിരന്തരമായി സർക്കാർ ആരോഗ്യ മേഖലയിൽ ഇതുപോലെ ഒരു വീഴ്ച വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് അത് ഉദാസീനമായി പോകുന്നു. അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ലേ, ഉണ്ടായില്ലെന്നുണ്ടെങ്കിലോ. ഇത് ആദ്യമേ തന്നെ ഇതൊക്കെ തീർച്ചയായും ഈ വരുന്ന സംഭവങ്ങളെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളത്. ഉഷേനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇവിടുന്ന്. തീർച്ചയായും KC വേണുഗോപാൽ MPയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം നേരത്തെ തന്നെ മാധ്യമങ്ങളോടക്കം പറഞ്ഞു, സർക്കാർ ഇത് ഏറ്റെടുത്ത് ഗൗരവമായി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് അവരെവിടെയാണോ ഓപ്റ്റ് ചെയ്യുന്നത് അവിടത്തേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. അതിനുവേണ്ടി ആംബുലൻസ് സൗകര്യം അടക്കം വന്ന് കിടപ്പുണ്ട്. എറണാകുളത്തെ വിദഗ്ധമായി അവർ ആഗ്രഹിക്കുന്ന ഏത് ആശുപത്രിയിലാണ് അവിടെ കൊണ്ടുപോകാനുള്ള എല്ലാ തീരുമാനങ്ങളുമാണ് ഇപ്പോൾ എടുത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് അധികാരികളൊന്നും പറഞ്ഞിട്ടില്ല. ഇത് 5 വർഷമാണ് സഹിച്ചത്. പ്രാണന് പോലും ആപത്തുണ്ടാകുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഈ നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളതും സുപ്രധാനമായ ഒരു കാര്യമല്ലേ? വളരെ ഗൗരവമായത്. കേരളത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. ഇതിക്ക് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഓരോ സംഭവവികാസങ്ങൾ അത് തന്നെയല്ലേ. കേരളത്തിലെ പ്രതിപക്ഷം മുന്നോട്ട് വന്ന് പ്രതിപക്ഷ നേതാവൊക്കെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് ആരോഗ്യമന്ത്രി അടക്കം പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ വേറൊരു തരത്തിലേക്ക് പോകുന്നില്ല. ഇവരുടെ വിദഗ്ധമായ ചികിത്സ ഇന്നേ ദിവസം രാത്രി വേണ്ടത്. ആ ചികിത്സയ്ക്ക് മതിയായ രീതിയിൽ അവരെ തയ്യാറാക്കുക, അതിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിനുശേഷം നാളെ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം മറുപടി ഉണ്ടാകും, അതിനായിട്ടുള്ള ഇടപെടലുകളുണ്ടാകും. ഞങ്ങളത് ഏറ്റെടുക്കും. ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും. ഒപ്പം അവരുടെ ചികിത്സാ കാര്യത്തിന് അവരെ ഏറ്റെടുക്കാനുമാണ്. ബഹുമാനനായ MP അതിന് മുൻകൈ എടുത്താൽ MPയോട് ഒപ്പം നിൽക്കാനാണ് ഈ നാടിന് താല്പര്യം. ചികിത്സാ ചെലവുകൾ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്നതാണ്. KC വേണുഗോപാൽ MP അത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് MP ഗൗരവത്തോടു കൂടി ആ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് ഈ രാത്രിയിലും. അപ്പോൾ രാഷ്ട്രീയമായി തന്നെ ഈ ഒരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ MP അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുവെന്നും ഈ ഉഷ ജോസഫിന്റെ ചികിത്സാ ചിലവുകൾ എടുക്കുവാനുള്ള അല്ലെങ്കിൽ ഗവൺമെന്റ് അതിൽ യാതൊരു തരത്തിലുള്ള സഹായവും അവർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, വിഷയം ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഈ ഒരു കാര്യവുമായി ചികിത്സാ ചിലവുകൾ അടക്കം ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പ് ആണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. അവരിവിടെ വീട്ടിലെത്തിയത് പോലും ഒരു ആംബുലൻസുമായിട്ടാണ്. ഇപ്പോൾ നമുക്ക് ബന്ധുക്കളെല്ലാം സംസാരിക്കുമ്പോൾ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു ആവശ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാകാം ഉഷ ജോസഫുമായി പോവുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഒരു പൂർണ്ണമായ തീരുമാനം എത്തുകയുള്ളൂ. ഏതായാലും ആംബുലൻസ് അടക്കം ഈ വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രശ്നത്തെ അതീവ ഗൗരവമായി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം ഇലക്ഷൻ എടുത്തേക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ രാഷ്ട്രീയമായി തന്നെ ഈ ഒരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ആനന്ദ്, ഏതായാലും അമല നമ്മളോടൊപ്പം തുടരൂ. ഏതായാലും നിർണായകമായ വാർത്തയാണ്. അല്പസമയം മുൻപാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ഈ ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള ഉഷയുടെ പ്രതികരണം, ഉഷയുടെ മകൻ്റെ പ്രതികരണമൊക്കെ ലഭിക്കുന്നത്. ഉടനടി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ എത്തി. അവരുടെ വാക്കുകളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. KC വേണുഗോപാൽ അടിയന്തരമായി അവിടെ ഇടപെട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ സ്വാഭാവികമായും KC വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. KC വേണുഗോപാൽ എന്ന് ആവർത്തിച്ചാണ് ആ കോൺഗ്രസ് നേതാവ് പറയുന്നത്. സ്വാഭാവികമായും ആംബുലൻസ് പുറത്തുണ്ട്. അമൽ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഉഷ ആശുപത്രിയിലേക്ക് പോകാനുള്ള പൂർണ്ണ സമ്മതം അറിയിച്ചതായി നമുക്കൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അക്കാര്യത്തിൽ ഒരു ചർച്ച നടക്കുകയാണോ ബന്ധുക്കളുമായിട്ട്? അവരെന്ത് പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ആനന്ദ്, ഏതായാലും ഈ കുടുംബം ഈ ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞിരുന്ന വിഷയം പുറത്തു പറയേണ്ടെന്ന്. അതിനെ തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെയാണ് ഈ ഒരു സംഭവം തിരിച്ചറിഞ്ഞത്. അതിനുശേഷവും ഈ ഒരു വിഷയം മൂടി വയ്ക്കുകയായിരുന്നു കുടുംബം. അതായത് ഡോക്ടർമാരോട് പറയുന്നതെല്ലാം കേട്ട് ആ ശസ്ത്രക്രിയ ചെയ്ത് എങ്ങനെയും കത്രിക പുറത്തെടുത്താൽ മതി എന്നൊരു തീരുമാനമായിരുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായൊക്കെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാൽ ആ ഡോക്ടർമാർ പറയുന്നത് കേൾക്കുവാനുള്ളൊരു തീരുമാനമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് ഇവരുടെ മറ്റൊരു ബന്ധു ഈ വീട്ടിലേക്ക് എത്തുകയും അതിനെ തുടർന്ന് ഈ ഒരു കത്രികയുടെ ഒരു എക്സ്റേ അടക്കം
കാണുകയും ചെയ്തപ്പോൾ അവർ ആകെ ഭയക്കുകയും മാധ്യമങ്ങളോടടക്കം വിവരങ്ങൾ പറയുകയുമായിരുന്നു. അതിനെ തുടർന്നാണ് ഇതൊരു വലിയ വാർത്തയായതടക്കം. അപ്പോൾ എന്തായാലും ഇനി ഇത് വെച്ചുകൊണ്ടിരിക്കുവാൻ അവർക്ക് തീരുമാനമില്ല. എത്രയും വേഗത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത്. ഇതിൽ നമുക്കൊരു ബന്ധുവിനോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഇവിടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്? കൊണ്ടുപോവുകയാണ്. ഈ രാത്രി തന്നെ ഈ രാത്രി തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക്, അമൃതയിലേക്ക്. ഏതായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. എറണാകുളം അമൃത ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ ഉഷയെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ രാത്രി തന്നെ ഈ വീട്ടിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവന്ന ആംബുലൻസിൽ എറണാകുളത്തേക്ക് ഉഷയെ മാറ്റുകയാണ് എന്ന് ബന്ധു തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഉഷയുടെ നാത്തൂനാണ് അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഉഷയെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കുറച്ച് നേരം മുൻപ് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അതിലൊരു തീരുമാനമായിട്ടില്ലായിരുന്നു. ചിലർ കൊണ്ടുപോകണമെന്നും ചിലർ നാളെ കൊണ്ടുപോയാൽ മതിയൊന്നുമല്ല തീരുമാനത്തിലെത്തുവാൻ പറ്റാത്തൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഉഷയെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നു. ആനന്ദ്, അമൽ തുടരും. ഏതായാലും വളരെ നിർണായകമായ ഒരു വാർത്തയാണ്. ഒരുപക്ഷെ കേരളം ആകെ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇതുപോലെ ഒരു ഗുരുതരമായ പിഴവും നിരവധിയായ ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു. അക്കാര്യത്തിലൊരു സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇതുപോലൊരു സമാനമായ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്ന നിലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെ പ്രവർത്തകർ വീടുകളിൽ കയറി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. മറ്റൊരു പാർട്ടി പ്രവർത്തകർ ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ അടിയന്തരമായി അമൃത ഹോസ്പിറ്റലെങ്കിൽ അവിടേക്ക് മാറ്റാൻ സജ്ജമായി വരുന്നു. ഇതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തല്ലാതെയും പ്രവർത്തിക്കാൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്താം. ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുക, സുരക്ഷിതമായി അവരുടെ വയറിൽ നിന്ന് ആ വലിയ കത്രിക പുറത്തെടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അമൽ, ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കൂടുതൽ സമഗ്രമായ വിവരങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ വന്നിട്ടുണ്ടോ? നേരത്തെ ആ ഉഷ സംസാരിക്കുമ്പോൾ ഒരു ഡോക്ടറെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഒരു വനിതാ ഡോക്ടറെ കുറിച്ച്. അവരാണോ ഈ സർജറിക്ക് നേതൃത്വം കൊടുത്തത്? നമ്മൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ആരായിരിക്കും ഇതിൽ കൃത്യമായി ഉത്തരവാദിയായി ഇനിയിപ്പോൾ അന്വേഷണങ്ങൾ നീളുക? അമൽ, ഏതായാലും ഉഷ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ലളിതാംബികയുടെ ഒരു നിമിഷം അമൽ, ഉഷ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വീട്ടിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി. മോശം. വേറെ ആരെങ്കിലും ഉണ്ടോ? അമല്, നമുക്ക് തുടരാം. നേരത്തെ അമൽ പറഞ്ഞു തുടങ്ങിയ വിവരങ്ങൾ പൂർത്തിയാക്കാം. ആരാണ് ആ ഡോക്ടർ? എന്തൊക്കെ വിശദാംശങ്ങളാണ്? നമുക്ക് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരൊക്കെ എന്ന വിവരങ്ങൾ ലഭിക്കുന്നു? ആനന്ദ്, ഡോക്ടർ ലളിതാംബികയുടെ പേരാണ് ആദ്യം നമ്മൾ ഉഷ ജോസഫുമായി സംസാരിക്കുമ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്നത്. ഈ ലളിതാംബിക ഡോക്ടറുമായാണ് തനിക്ക് അറിയുന്നത് ആ ഡോക്ടറെ മാത്രമാണ്. അവരുടെ യൂണിറ്റിലുള്ള ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായത് എന്നാണ് എച്ച് സലാം MLA-യുമായി അല്പസമയം മുൻപ് സംസാരിക്കുമ്പോൾ MLA അടക്കം പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടർ ആരാണ് എന്നതിനെക്കുറിച്ചെല്ലാം അധികാരികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ലഭിച്ചു. നമുക്ക് ഇപ്പോൾ സലാം MLA-യോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഒരു രാഷ്ട്രീയമായി തന്നെ ഒരു വിഷയം വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉഷയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ആരാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായോ? ഇപ്പോൾ ഞാൻ ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചു, സൂപ്പറിനോട് സംസാരിച്ചു. ഡോക്ടർ ലളിതാംബിക ഡോക്ടറുടെ യൂണിറ്റിലാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത്. ഡേറ്റ് പറഞ്ഞത് 2021 മെയ് മാസം 12. വിശദമായി ആരാണ് ചെയ്തത്, ഏതൊക്കെ ഡോക്ടർമാരുണ്ടായിരുന്നു എന്ന കാര്യം അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം.